ഹായ് സൗമ്യയാണ്. ഞാനിന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ സീമ വിനീതിൻ്റെ വീഡിയോ ആണ്. സീമ വിനീതിൻ്റെ എല്ലാ വീഡിയോസും കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പുള്ളിക്കാരത്തിയുടെ ആ ഒരു സംസാര രീതിയായിരുന്നാലും വസ്ത്രധാരണമായിരുന്നാലും എല്ലാം എനിക്കിഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ് നമ്മുടെ സീമ വിനീത്. കുറച്ച് നാളുകൾക്ക് മുന്നേ സീമ വിനീത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം നിശാന്ത് എന്നൊരു വ്യക്തിയുമായിട്ട് വിവാഹത്തിൽ എത്തിച്ചേരുകയും വിവാഹം നടക്കാൻ പോകണമെന്ന് ഭയങ്കര സന്തോഷമായിട്ടിരുന്നിട്ട് വീണ്ടും പെട്ടെന്ന് അത് ആ പോസ്റ്റ് അങ്ങ് മുക്കി ഫേസ്ബുക്കിനകത്തുനിന്ന്. അതായത് പുള്ളിക്കാരൻ അവഹേളിക്കുന്നു, പുള്ളിക്കാരൻ അഭിനയമാണ്, എനിക്കതിനോട് വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതും ഇനി വിവാഹത്തിലോട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞ പോസ്റ്റ് കണ്ടു. അതും അങ്ങനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് കണ്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സീമ വിനീത് കരയുന്നൊരു വീഡിയോ ആണ്. എപ്പോഴും സന്തോഷത്തോടെയും എപ്പോഴും ബോൾഡായിട്ട് സംസാരിക്കുന്നത് കരയുന്നത് കണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഒന്ന് ആ വീഡിയോ എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് നോക്കി. ഓരോ പോസ്റ്റ് ഇട്ടിട്ടും ആ പോസ്റ്റിനെ മുക്കുമ്പോൾ സീമ പറയാറുണ്ട്, എനിക്ക് എടുത്തുചാട്ടമാണ്, എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഞാനിങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനും കരുതി എന്താണെന്ന് നോക്കാം. അതിൽ പറയുന്നത് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ അടിച്ചമർത്താനും എന്നിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നത് പറഞ്ഞാണ് കരയുന്നത്. ഇപ്പോൾ ഈ കരയുന്നതിന് പിന്നിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. സീമ ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിരുന്ന ആ പോസ്റ്റ് ഇതാണ്: ഒരു പെണ്ണിൻ്റെ ജീവിതം തൊലച്ചു, കല്യാണം കഴിച്ചു, കുട്ടിയെ ഉണ്ടാക്കി, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ട്, നീയൊക്കെ ആണുങ്ങളാണ്. അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ്. സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് OMKV എന്നൊരു പോസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീമ പറയുന്നതിലും കാര്യമില്ലേ, ഒന്നോ രണ്ടോ വിവാഹമൊക്കെ കഴിച്ച് അതിൽ കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷം ഒരു സാരിയൊക്കെ ചുറ്റി ഞാൻ TG ആണ്, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് വരുന്നതിൽ അതിലൊരു ന്യായമില്ല. ഇനി എനിക്ക് മനസ്സ് തട്ടി വിഷമം തോന്നിയ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിലവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതൊരു ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എൻ്റെ വീട് ആക്രമിക്കണം, എൻ്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു മറ്റു ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും എൻ്റെ ഞാനിതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിന് മറുപടി കൊണ്ടുവേണം നേരിടാൻ വേണ്ടിയിട്ട്. അവരത് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ് എന്നെ ആക്രമിക്കണം, എൻ്റെ ജോലി സ്ഥലം ഇതാക്കണം, പൊതുസമൂഹത്തിൽ അവർക്ക് നല്ല പേരുണ്ട്, നമ്മൾ കുറെ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവള് കള്ളിയാണ്, അവള് പിടിച്ചോറിക്കാരിയാണ്, അവള് മോശക്കാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം. അപ്പൊ നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10-15 വർഷമായിട്ട് നന്നായിട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത്. എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയില്. ഇത് താങ്ങുന്നില്ല. ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങ് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്കിങ്ങ് വീട്ടിലെത്തിക്കോളാൻ മതിയായിരുന്നു. ഞാൻ അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി. കണ്ടില്ലേ, ഞാനിങ്ങനെ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അത് ഒരു വിഷമമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത്രയും വീഡിയോസൊക്കെ കാണുകയും പുള്ളിക്കാരത്തിയുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിലയ്ക്ക് എനിക്കതൊരു വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെല്ലാം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും സീമയുടെ വിഷമത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. എനിക്ക് മനസ്സ് തട്ടിയ ഒരു വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ.
ബാക്കി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എന്താണ് പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.